ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുന്നുവെന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ അടിമുടി ക്രമക്കേടുണ്ടെന്നാണ് റിപ്പോർട്ട് പുറത്തുവിട്ട രേഖകൾ തെളിയിക്കുന്നത്. മുഖ്യ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണറോ ദേവസ്വം സ്മിത്തോ മഹസറിൽ ഒപ്പുവച്ചിട്ടില്ല. അതേസമയം വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാം ദിനവും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞു. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ പ്രൈവസിക്ക് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലും എല്ലാം വെളിപ്പെടും. ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എനിക്കില്ലേ? നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക ശരിയാണോ? ഞാൻ എന്നെ പൊക്കോട്ടെ. പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. ടി വി പ്രസാദ്, റിപ്പോർട്ടറിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ മഹസറിലെ വിവരങ്ങൾ അടക്കം നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട് കഴിഞ്ഞു. അപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി പലതിലും ഇങ്ങനെ പിടിച്ച് ഉരുണ്ടുരുണ്ട് മറുപടി പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ അന്വേഷണം എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് ഇതുവരെ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിങ് സുജിയ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയാനുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ 2 ദിവസമായി ഏതാണ്ട് 7 മണിക്കൂറിലേറെയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. കാരണം അത്രമാത്രം കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയാനുണ്ട് എന്നുള്ളതാണ്. സുജിയ, ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ബോധ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിൽ ഒറ്റയ്ക്ക് തട്ടിപ്പ് നടത്തിയതല്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിറകിൽ ചില ആളുകളുണ്ട്. അതാരാണ് എന്നുള്ളതാണ് ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. ഉറപ്പായും ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവിടെ 1998 വിജയ് മല്യ ആ സ്വർണം പതിച്ച ഈ പറയുന്ന ചെമ്പുപാളികൾ, ആ സ്വർണം പതിച്ച ചെമ്പുപാളികൾക്ക് പകരം ചെമ്പുപാളികൾ മാത്രമായിട്ടാണ് ശബരിമലയിൽ നിന്ന് പോയത് എന്ന മഹസറാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണപ്പാളി എവിടേക്ക് പോയി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ദേവസ്വം ബോർഡ് അധികൃതർ, ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഒരു നെക്സസ് ഉണ്ടാക്കിയോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ സ്വർണത്തിന് പകരം ചെമ്പ് ആക്കുന്നതിന് വേണ്ടി, ചെമ്പ് തകിടാക്കുന്നതിന് വേണ്ടി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി നടത്തിയ ഒരു വലിയ നാടകമാണ് ഇതിനകത്ത് നടന്നത് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഈ അന്വേഷണം ഇവിടം കൊണ്ട് തീരുന്നില്ല, ഈ വിവാദം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ ചോദ്യമുനയിൽ നിർത്തി, സംശയമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു കച്ചവടം അയ്യപ്പന്റെ മറവിൽ നടന്നിട്ടുള്ളത്. സുജയ, ആ കച്ചവടത്തിൽ ആരൊക്കെയാണ് കൂട്ടുകച്ചവടക്കാർ എന്നതാണ് അറിയേണ്ടത്. ഒരേ ഒരു പോറ്റി മാത്രമാണോ, അതോ പോറ്റിയെ പോറ്റിയവരിലേക്കും അന്വേഷണം എത്തുമോ എന്നതറിയണം.